ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. ഉദ്യോഗസ്ഥരുടെ അസൗകര്യം കണക്കിലെടുത്താണ് മൊഴിയെടുപ്പ് മാറ്റിയത്. അത് ഒരു വ്യവസായിയാണ്, ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന വ്യവസായം നടന്ന ആളാണ്. ഇതിനു മുമ്പും ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് തന്നപ്പോൾ അത് ക്രെഡിബിളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വിവരങ്ങൾ എനിക്ക് തോന്നി അത് SIT അറിയിക്കേണ്ടത് ആവശ്യമാണ്. അറിയിച്ച് അവർ അന്വേഷണം നടത്തട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള കാര്യം അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. സ്വർണ്ണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ആൻറ്റിക്സ് ആയിട്ട് വിറ്റിരിക്കുന്നു എന്നാണ് പുള്ളിയുടെ ഇൻഫർമേഷൻ. അദ്ദേഹം പറഞ്ഞ 500 മുതൽ 1000 കോടി വരെ വിലയുള്ളതാണെന്നാണ് പറയുന്നത്. ആ ഇൻഫർമേഷൻ ചെറിയ കാര്യമാണോ? അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ മിണ്ടാതിരിക്കണോ? അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് രമേശ് ചെന്നിത്തല SITക്ക് മുന്നിൽ മൊഴി നൽകാനായി ഹാജരാകുന്നത്? മൊഴിയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഉണ്ട്, തെളിവുകളടക്കം സമർപ്പിക്കാനുണ്ടെന്നാണല്ലോ അമൽ പറയുന്നത്. രമേശ് ചെന്നിത്തല ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രമേശ് ചെന്നിത്തലയോട് വിദേശത്തുള്ള ഒരു വ്യവസായി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിൽ നിന്നും കാണാതായ സ്വർണം, യഥാർത്ഥ സ്വർണം എവിടെയെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ആ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇവിടെ നിൽക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുമ്പോഴും അറസ്റ്റുകൾ തുടരുണ്ടാകുമ്പോഴും യഥാർത്ഥ സ്വർണം എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ സ്വർണം സംബന്ധിച്ച് ചില വിവരങ്ങൾ തൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഇഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി മൊഴി നൽകാനാണ് രമേശ് ചെന്നിത്തല തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് മൊഴി നൽകുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിൽ കൂടി ഇന്ന് മൊഴി നൽകില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. രമേശ് ചെന്നിത്തല മറ്റൊരു ദിവസം മൊഴി നൽകും. ഈ ഉദ്യോഗസ്ഥരുടെ അസൗകര്യം കണക്കിലെടുത്താണ് ഈ മൊഴി നൽകൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന വെളിപ്പെടുത്തൽ നടത്തിയ വ്യവസായി രഹസ്യമൊഴി നൽകാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ SITക്ക് മുന്നിൽ ഹാജരായി തനിക്കറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാണ്. പക്ഷേ നേരിട്ട് ഈ വിഷയത്തിലേക്ക് ഇടപെടാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിനാലാണ് രമേശ് ചെന്നിത്തലയോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത്. ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഞാൻ അറിഞ്ഞാൽ പിന്നീട് മറച്ചു വെക്കണോ, അതിനാലാണ് മൊഴി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. ശരി അമൽ.